ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നാട്ടിൽ സമയം ഏകദേശം രാത്രി 12:30 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നും നാളെയും വീഡിയോ വെച്ചിട്ട് കുറച്ച് ലേറ്റാകും, ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ വീഡിയോ ലേറ്റായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം വ്യൂസ് വളരെ കുറവായിരുന്നു. കാണേണ്ടവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകണമെന്ന് തോന്നുന്നു, കാരണം സമയത്ത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സാഹചര്യം കൂടെ നമ്മൾ നോക്കണ്ടേ. ഓക്കെ, കാണേണ്ടവർ കാണുക. നമുക്ക് ആരും നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ വീഡിയോ വന്ന് കാണുമെന്ന്. എങ്കിലും സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. അവർ കാത്തിരുന്ന് രാത്രി വീഡിയോ ഇട്ടപ്പോൾ തന്നെ അന്നേരപ്പോൾ തന്നെ കാത്തിരുന്ന് കണ്ടവരുണ്ട്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാം. അപ്പം കരടികൾ വാഴും കാലമാണ് എന്ന് ഞാൻ ഇന്നത്തെ ഇതിലും ഊന്നി പറയാനുള്ളത് കരടികളുടെ ആധിപത്യം തന്നെയാണ്. അവർക്കാണ് മേൽക്കോയ്മ മാർക്കറ്റിൽ. ഓക്കെ, അപ്പം ഇന്ന് മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തു, നേരെ മുകളിലോട്ടാണ് മാർക്കറ്റ് പോയത് അല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നു ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഏതാണ്ട് 10-50 പോയിൻ്റ് എങ്ങാണ്ട് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി നമ്മുടെ ഈ ലൈനും ഭേദിച്ച് 825 ഭേദിച്ച് മുകളിൽ പോയി അവിടെ നിന്ന് റിജക്ഷൻ വന്നു. ഇല്ല, ഈ റിജക്ഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇട്ടുകൊണ്ട് തന്നെ ഞാനൊരു 24,800 പി ഞാൻ എടുത്തായിരുന്നു. പെട്ടെന്ന് തന്നെ എടുത്തായിരുന്നു. ഇവിടെ തട്ടിയപ്പോൾ തന്നെ അപ്പോൾ തന്നെ മാർക്കറ്റ് ഓർഡർ ഞാൻ 800 ഇട്ടു. ഒരു മിനിറ്റ് തികച്ചെടുത്തില്ലെന്ന് തോന്നുന്നു. ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഏകദേശം ഒരു 3000 രൂപ കിട്ടി. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ടായിരുന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് 3000 രൂപ കിട്ടും, ഒരു മിനിറ്റ് കൊണ്ട്. ഓക്കെ, അതാ നമ്മുടെ എക്സിക്യൂഷൻ്റെ ഫാസ്റ്റ്നെസ് ആണ്. അത് നമുക്ക് ഒരു ബിഗിനർക്ക് അത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു എക്സ്പീരിയൻസ് ട്രേഡറിന് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ആ മൊമെൻറ്റം കണ്ടു, മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടും പിന്നെയും പെട്ടെന്ന് മുകളിലോട്ട് അത്രയും പോയി കഴിയുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവിടുന്ന് റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഹൈ റിസ്ക് ആണ്. പക്ഷേ റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമ്മളവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ എക്സിറ്റായി. അപ്പോഴത്തേക്ക് തന്നെ 3000 രൂപ കിട്ടി എനിക്ക്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഫർദർ ഫോള് കിട്ടി, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ. ഇവിടെ എന്താ സംഭവിച്ചേ, ഇവിടെ നമ്മൾ വരച്ച അതേ ലൈനില്ല 606 വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു ഇല്ലേ. ഇവിടുന്ന് റിവേഴ്സ് ചെയ്തപ്പോൾ നമുക്കൊരു ഇത്രയും പോയിൻ്റ്, ഇത് ഏകദേശം നമുക്ക് അളന്ന് നോക്കാം എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം. ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മാർക്കറ്റ് ഏകദേശം 840. ഓക്കെ, 840 മാർക്കറ്റ് 640, 200 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ നമുക്ക് മാർക്കറ്റ് തന്നു ഇല്ലേ. അപ്പോൾ 200 പോയിൻ്റ് ഒരു 15 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് 20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് 200 പോയിൻറ്റിന് ഫോൾ തന്നു ഇല്ലേ. അപ്പോൾ എന്തായാലും അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ഇല്ലേ. പി എടുത്ത് വെച്ചവരെല്ലാം എന്ത് ചെയ്യും, അവിടുന്ന് എക്സിറ്റ് ആവും. അല്ലെ കോഡ് സെല് ചെയ്തവരെല്ലാം അവിടുന്ന് എക്സിറ്റ് ആവും. അപ്പോൾ അവിടെ നിന്ന് ഒരു ബൈയിങ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് മനസ്സിലാകുന്ന കാര്യമല്ല. ഓക്കെ, നമ്മൾ സ്ഥിരമായി മാർക്കറ്റ് ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുന്ന കാര്യമാണ്. 200 പോയിൻ്റ് ഒറ്റ അടിക്കുന്നു കഴിഞ്ഞാൽ പിന്നെ ഫർദറായിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും പേര് ഇപ്പം നിങ്ങൾ തന്നെ ചോദിക്കുക, നിങ്ങളിപ്പം നിങ്ങൾ ഇവിടെ ഒരു ട്രേഡ് എടുത്ത് വിചാരിച്ചു, എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇത് പിടിച്ചോണ്ടിരിക്കും, ഇവിടെ വന്നിട്ട് പിന്നെയും പിടിച്ചോണ്ടിരിക്കത്തില്ല. ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന വട്ടനെന്നേ പറയത്തുള്ളൂ, അവന് പ്രാന്തനാന്നേ പറയത്തുള്ളൂ. മാർക്കറ്റ് ഇവിടെ വരെ വന്നു, അപ്പോൾ നമ്മളിവിടെ എല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ പി എക്സിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ബൈയിങ് പ്രഷർ വരും, മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു റെസിഡൻസിന് വേണ്ടി ആൾക്കാർ കാത്തിരിക്കും. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ വരച്ചിട്ടേക്കുന്ന ആൾക്കാർ ധാരാളം പേര് കാണും ഇല്ലേ. അപ്പോൾ മാർക്കറ്റ് പിന്നെയും ആ പോയിന്റിലെത്തി, അവിടുന്ന് റിജക്ഷൻ വന്നപ്പം എന്ത് ചെയ്തു, അപ്പോൾ ഇവിടെ നമുക്കൊരു ബൈ കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇത് കറക്റ്റ് മനസ്സിലാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ റിജക്ഷനിൽ അവർ ട്രേഡ് എടുക്കും. ഒരിക്കലും ഒരു റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹാഫേ ഉള്ളൂ. പക്ഷെങ്കിൽ 200 പോയിന്റ് വീണു. നമ്മളിവിടെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് പല ആസ്പെക്ട്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായി. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടുന്ന് തിരിച്ചൊരു ട്രേഡ് എടുക്കുന്നത്, എന്തുകൊണ്ടാണ് 200 പോയിന്റ് വീണു ഇല്ലേ. ഇപ്പോൾ ഇവിടുന്ന് പിന്നെ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകും. അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടോട്ട് ചെറിയ സ്റ്റോപ്പ് ലോസുമാണ് ഇല്ലേ. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട്
നമുക്കിവിടെ ഒരു ട്രേഡ് നോക്കാം. അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് ഒന്നുകിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇറങ്ങാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ തന്നെ അങ്ങനെ എടുത്തവരുണ്ട്. സ്ഥിരം എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു, മെയിൻ സീനിയർ ഗ്രൂപ്പിൽ പറഞ്ഞു, ഇല്ല ഒറ്റ ക്യാൻഡിൽ തന്നെ ആൾ ഇറങ്ങി. അപ്പോൾ ഒറ്റ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ 50 പോയിൻ്റ് ഉണ്ടത് ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഇല്ലേ? അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചാർട്ടിനെ വീക്ഷിക്കുന്നവരായിരിക്കണം. മനസ്സിലായോ? സ്ഥിരമായിട്ട് ചാർട്ടിനെ വീക്ഷിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം പറ്റത്തില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ചാർട്ടിനെ വീക്ഷിക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? വീണ്ടും ഓപ്പർച്യൂണിറ്റി. ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു? റിജക്ഷൻ വന്നു. ഒരു 5 ഇവിടെ നോക്കിക്കുക. ഇവിടെ അടുത്ത ക്രൈറ്റീരിയ, ബിഗിനേഴ്സിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ഇതിൻ്റെ താഴെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ 80% ബോഡി ക്ലോസിങ് കിട്ടി, ഇല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? ഒരു റീടെസ്റ്റ്. ഇത് വലുതാണെങ്കിൽ ഒരു റീടെസ്റ്റ് കിട്ടി. റീടെസ്റ്റ് കിട്ടിയിട്ട് ഇവിടുത്തെ റിജക്ഷൻ ഇതിന് മുകളിൽ ക്ലോസിങ് നടത്തിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വീണ്ടും ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. നല്ലൊരു ക്യാൻഡിൽ കിട്ടി. അടുത്ത ക്യാൻഡിലും വന്ന് നേരെ ഇവിടെ, മനസ്സിലായി? ഇവിടം വരെ വന്നു. നമ്മുടെ ഈ പഠിച്ച ട്രെൻഡ് ലൈനിൻ്റെ ഇവിടെ വരെ വന്നു. അപ്പോഴും സുന്ദരമായിട്ടുള്ള പ്രോഫിറ്റ്. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ, ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം 11 മണിയായപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു, നിങ്ങൾ ഇനിയും പരിപാടി നിർത്തിക്കൂ. കിട്ടിയവർ അതുകൊണ്ട് നേരെ നിങ്ങൾ അടച്ചിട്ട് നിങ്ങൾ വേറെ പരിപാടിക്ക് പോവുക. ഞാൻ പ്രത്യേകം പറഞ്ഞു ഗ്രൂപ്പിൽ, തെങ്ങിന് അടവെടുക്കാനോ തേങ്ങ പൊതിക്കാനോ ആടുക്കളെ ഭാര്യ സഹായിക്കാനോ നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് പോവുക. നിങ്ങൾ ഇനി ട്രേഡ് ചെയ്യരുത് ഞങ്ങൾ കാലേ കൊണ്ട് ഞാൻ പറഞ്ഞു. കാരണം ഇതുവരെ നല്ല പ്രോഫിറ്റ് ആയിരുന്നു ആൾക്കാർക്ക്. ധാരാളം പേര് സ്ക്രീൻഷോട്ട് സാറേ ഇന്ന് നല്ല പ്രോഫിറ്റ് ആയിരുന്നു പറഞ്ഞു. അവസാനം പിന്നെയും നിങ്ങളുടെ അതിമോഹമോ അത്യാഗ്രഹമോ കൊണ്ട് നിങ്ങൾ വീണ്ടും ഇവിടെ കളിച്ച് നിങ്ങൾക്ക് കിട്ടിയ പൈസ നിങ്ങൾ കളഞ്ഞവരാണ് കൂടുതലും. കാരണം ഇന്നത്തെ പോൾ കണ്ടപ്പം എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഓക്കെ, കിട്ടിയ പ്രോഫിറ്റ് അവസാനം നിങ്ങൾ മാർക്കറ്റിന് തന്നെ തിരിച്ചു കൊടുത്ത് നിർവൃതി അടഞ്ഞ ആൾക്കാരാണ് എൻ്റെ മുന്നിൽ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ. എനിക്ക് ഇനി നിങ്ങൾ എന്നാ നന്നാകുന്നത്? ഞാൻ ഇത്രയും ദിവസം എന്ന് ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ന്യായം പാലിക്കൂ. ഞാനതിട്ട് എഴുതിയിട്ടു, നിങ്ങൾ ഈ ന്യായം പാലിക്കൂ. ഇവിടുത്തെ തിരിച്ച് റീട്രേസ്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾ ന്യായം പാലിക്കൂ എന്ന് ഞാൻ എഴുതിയിട്ടു ഇവിടെ. എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ഇനി നിങ്ങൾ, അപ്പോൾ അതിനർത്ഥമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിപാടി വെച്ചൊഴിയുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പരിപാടി വെച്ചൊഴിയുക. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിന് കൊള്ളാവുന്ന ആൾക്കാർ അല്ല. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് കൊള്ളാൻ ആൾക്കാരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഇത്രത്തോളം ഞാൻ ഉപദേശം പറഞ്ഞിട്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കരുത്. നിങ്ങൾ ഇതിന് കൊള്ളാവുന്നവരല്ല. നിങ്ങൾക്ക് ഈ മേഖല നിങ്ങൾക്ക് യോജിച്ച മേഖലയല്ല. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങി മംഗളം പാടി അവസാനിപ്പിച്ച് നിങ്ങൾക്ക് പോവാം. നിങ്ങളതാണ് ചെയ്യേണ്ടത്. ഇന്ന് ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു. നമ്മുടെ ഓപ്ഷൻ ബൈങ്ങിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളാണ്. അടുത്ത ദിവസം നടക്കുന്ന ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഫീസും തന്ന് പേയ്മെൻറ്റ് എല്ലാം തന്ന് അടച്ചതാണ്. ഇന്ന് പുള്ളി എനിക്ക് മെസ്സേജ്, സാർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിത് രാവിലെ പ്രോഫിറ്റ് കിട്ടി, പക്ഷേങ്കിൽ അത് അവസാനം ഞാൻ തിരിച്ചു കൊടുത്തു. എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് പറ്റുപരിപാടി. ഞാൻ പറഞ്ഞു വെരി ഗുഡ്. ഫീസ് ഞാൻ അപ്പം തന്നെ പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ തന്നെ പുള്ളിക്ക് തിരിച്ച് ഞാൻ ഗൂഗിൾ പേ ഇട്ട് കൊടുത്തു. ആ ആളാണ് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തു തരും. അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങൾ നിൽക്കുള്ളൂ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. കാരണം നമ്മൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളൊരു കൃത്യമായ ബോധ്യം നമുക്ക് വേണം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്ത് തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം. അതിൻ്റെ ഗുണദോഷ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ. മനസ്സിലായില്ലേ? അതിനകത്ത് നിങ്ങൾ പരാജയപ്പെടുവാണ്, നിങ്ങൾക്ക് അതിനകത്ത് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും പൈസ കൊടുക്കാതെ നിങ്ങളത് വെച്ചൊഴിയാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക. പോയത് അത്രയും പോയി. ഇനിയും ഉള്ളതുകൂടെ കൊണ്ട് കളയാതെ വസ്തു ആധാരം കൊണ്ട് ബാങ്കി പണയം വെച്ച് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് കാശ് കൊണ്ട് കളയാതെ നിങ്ങൾ ഈ പരിപാടി നിർത്തി വേറെ നിങ്ങൾക്ക് അനുയോജ്യമായ പരിപാടി നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും ബെറ്റർ പരിപാടി. ഓക്കെ, ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. ഇപ്പോൾ ഒരാൾ ഇന്നലെ പറഞ്ഞ സാറിന് അയ്യപ്പ വിളക്കെന്ന് കേൾക്കാമെന്ന്. അയ്യപ്പ വിളക്ക് തന്നെ നിങ്ങൾക്കിതൊക്കെ അറിയാം. ഞാൻ അയ്യപ്പ വിളക്കാണെന്നും അയ്യപ്പ വിളക്ക് ചെയ്യുമെന്നും ചീത്ത വിളിക്കുമെന്നും ബഹളം വെക്കുമെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾക്കൊരു മാറ്റമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് എന്താ പറയണ്ടേ? അപ്പോൾ അതുകൊണ്ട് കാരണം ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇന്നത്തെ പോൾ കണ്ടുകൊണ്ടാണ്. ഒന്നാന്തരം നല്ല പ്രോഫിറ്റ് കിട്ടിയവർ വീണ്ടും അത് ഉച്ച കഴിഞ്ഞപ്പം മാർക്കറ്റിന് തിരിച്ചു കൊടുത്ത് സായുജ്യം അടഞ്ഞാൽ നിങ്ങളോട് ഞാൻ എന്താ ഇനി പറയേണ്ടത്? അയ്യപ്പ വിളക്കല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ.
ഓക്കെ, അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് ഒരു പുതിയ മാസമാണ്, ജൂൺ മാസം 2-3 ദിവസം ആയതേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ന്യായം പാലിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തെല്ലാം സ്ട്രാറ്റജികൾ കഴിഞ്ഞിട്ടാണ് വന്നത്, നിങ്ങൾ എത്ര ഗ്രൂപ്പിൽ പോയിട്ടാണ് വന്നത്, നിങ്ങൾ എത്ര ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. ഇത് ഓരോരുത്തരും അയക്കുന്ന വോയിസ് മെസ്സേജ് കേൾക്കണം, സാറേ എത്രയോ ക്ലാസ്സുകൾ ഞങ്ങൾ പങ്കെടുത്തു, പക്ഷെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ന്യായം പാലിച്ച് ഞങ്ങൾ പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയത്. എത്രയോ മെസ്സേജുകൾ. ഞാൻ നിങ്ങൾക്ക് വേണം ഇവിടെ, അത് ശരിയല്ലല്ലോ, അവരുടെ പ്രൈവസി നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചാൽ ഞാൻ ആ മെസ്സേജൊന്നും ഷെയർ ചെയ്യാത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾക്ക് നിലനിന്ന് പോകണമെന്ന്, സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് മാതൃക കാണിച്ചിരുന്നു. ഞാനൊരു ട്രേഡ് എടുത്ത് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇല്ലേ? ഞാൻ നിങ്ങൾക്ക് മാതൃക കാണില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ പറഞ്ഞു തന്നിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അവസ്ഥ വരുമ്പോഴും നിങ്ങളോട് ഞാൻ പറയാറുണ്ട് ഇല്ലേ? ഇന്ന് തന്നെ രാവിലെ ഞാൻ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഇട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് നോക്ക്, ഇവിടെ സെല്ലിംഗ് പ്രഷറാണ്. ഞാൻ ടിക്കിട്ട് കാണിച്ചും, ക്യാൻഡിലിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ടിക്കിട്ട് കാണിച്ചു, ഇത് നോക്ക്, നിങ്ങൾ ഇവിടെയാണ് സെല്ലിംഗ് പ്രഷറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് സംഭവിച്ചു. മാർക്കറ്റ് താഴോട്ട് വന്നു. ഈ താഴോട്ട് വന്നതിന് ശേഷം വീണ്ടും ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ. ഇതാ നോക്ക്, എന്നിട്ട് ഞാൻ പുട്ടിൻ്റെ മണ്ടയ്ക്ക് ടിക്കറ്റ് കാണിച്ചു. ഇതൊക്കെ ഇവിടുന്ന് ഒരു പക്ഷേ ഈ മാർക്കറ്റ് സ്ട്രോങ് ആണ്, 24,500 സ്ട്രോങ് ആണ്, അതിന് താഴോട്ട് മാർക്കറ്റ് പോകത്തില്ല എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല മക്കളെ. ഇതിൽ കൂടുതൽ എനിക്ക് പഠിപ്പിക്കാൻ എനിക്കറിയത്തില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യുക, നന്നാകണോ വേണ്ട എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളുടെ യുവർ ചോയ്സ്. ഇത്ര ഞാൻ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുക. വെറുതെ പറഞ്ഞ് ഇനിയും മുഷിയേണ്ട ആൾക്കാർ ഇനി നമ്മളെ ഭ്രാന്തനാന്ന് വിചാരിക്കും. ഓക്കെ, എനിവേ, അപ്പം നമ്മൾ മാർക്കറ്റിലോട്ട് വരാം. അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോയി ഒരു ബോക്സ്, ഏകദേശം ഓൾമോസ്റ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെരി കോഷ്യസ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു ഇല്ലേ? അതിന് ശേഷമാണ് മാർക്കറ്റ് ഇവിടെ നേരെ താഴോട്ട് പോയി. നമ്മൾ ഈ വരച്ചിരുന്ന ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തു. നേരെ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് വീണ്ടും ഒരു 50 പോയിൻറ്റിൻ്റെ അപ്പ് നമുക്ക് 538, 520 വരെ പോയി മാർക്കറ്റ് അല്ലേ? 520 നിന്ന് വീണ്ടും 680 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് കിട്ടി. ഇവിടുന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നവർക്കൊക്കെ എടുക്കാമായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലൊക്കെ മതി, അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, അത് പോട്ടെ. അതിനുശേഷം കറക്റ്റ് നമ്മൾ 666 വന്ന് ടച്ച് ചെയ്ത് നേരെ റിവേഴ്സ് ചെയ്തു. ഓക്കെ, അവിടെ ഉണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇതൊക്കെ പോട്ടെ, ഇത് എടുക്കാം. ഞാൻ വാഗോണ്ട് പറയാനൊക്കെ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് എടുക്കാൻ പറ്റുമില്ലെന്നുള്ളത് അവരവരുടെ മനസ്സിൻ്റെ സാന്നിധ്യം പോലെ ഇരിക്കും. ഓക്കെ, എനിവേ, എന്തായാലും നമുക്ക് നാളെ ഇനി മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. നാളെ ഈ നിലവിൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് പോസിറ്റീവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 200 പോയിൻറ്റ് പോസിറ്റീവിലാണ്. നാസ്ഡാക്കും ഏകദേശം 175 പോയിൻറ്റിൻ്റെ അപ്സൈഡിലാണ് ഓടുന്നത്. അപ്പം ഒരു പോസിറ്റീവ് മൊമെൻറ്റുമാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 50 പോയിൻറ്റ് പ്ലസ്സിലാണ് ഓടിക്കൊണ്ട്. പക്ഷേ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. എനിവേ, എന്തായാലും നിലവിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റുമാണ് മാർക്കറ്റിൽ കാണുന്നത്. മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ വരച്ച് കാണിക്കുകയല്ല. മാർക്കറ്റ് നാളെ ഇനിയിപ്പോൾ ഈ റേഞ്ചിനകത്തില്ല. മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത് 542-ലാണ്. ഇതിനകം ഇവിടെ ഈ ഏരിയയിലാണ് മാർക്കറ്റ്, വരയ്ക്കാനൊന്നുമില്ല, ഈ ഏരിയയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എന്താ സംഭവിക്കുന്നത്? ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം. വരച്ച് കാണിക്കും. മാർക്കറ്റ് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടേക്കാം, ഇവിടെ കിടന്നോട്ട്. ഇനിയിപ്പോൾ ഈ വര നമുക്ക് കുറച്ച് താഴോട്ട് ഇതാക്കാം. ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, ഇതിനകത്തിൽ ഈ ലൈൻ കടന്നോട്ടെ. ഈ പച്ച ലൈൻ നിർബന്ധമാണ്, അവിടെ കടന്നോട്ടെ. ഈ ബോക്സ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഇതിനകത്തായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ബോക്സിന് താഴെ, ഈ ലൈനിന് താഴെ ഇടയ്ക്കായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ പച്ച ലൈൻ, ഈ ബോക്സിനകത്ത് കയറി പച്ച ഈ 606 ക്രോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. 753 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, ഇത് 513 ബ്രേക്ക് ചെയ്താൽ, 513 ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് നേരം മാർക്കറ്റ് ഇതിൻ്റെ താഴെ നിന്നാൽ മാർക്കറ്റ് ഫർദർ ഫോൾ വരും. ഓക്കെ, യാതൊരു സംശയവുമില്ല. ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ 513 താഴെ നിന്നാൽ, സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ ഫോൾ വരും. ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് വരച്ചിട്ടുണ്ടോ? താഴോട്ട് വരയൊന്നുമില്ല. ഓക്കെ, നോക്കട്ടെ, താഴോട്ടൊരു വര വരയ്ക്കണം.
അല്ലാതെ പറ്റത്തില്ല. ഒരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകും. 45 മിനിറ്റ്സിലോട്ട് പോയി നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, 45 മിനിറ്റ്സ് വരച്ചിട്ട് ഇതൊരു ലൈനാണ്. ഈ ലൈൻ ഇതാണ് ഒരു ലൈൻ പറയാനുള്ളത്. റെഡ് കളറാക്കി. ഓക്കെ, അതിനുശേഷം അതിന് ശേഷമുള്ള ലൈൻ തെണ്ടിതാണ്. നോക്കിക്കോട്ടെ, ഈ ലൈൻ 24,000. ഓക്കെ, 23,802 നമ്മുടെ തലേവര. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു തലേവര നമ്മൾ വരച്ചിട്ടുണ്ട് നമ്മുടെ ഇതിനകത്തിൽ, നമ്മളുടെ വീക്കിന് അനാലിസിൽ തലേവര വരച്ചിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചോണം. ഈ 23,802 നമ്മുടെ നിഫ്റ്റിക്ക് ക്രൂഷ്യൽ. പക്ഷേ ആ വഴിക്ക് അങ്ങ് വരെയൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 404 കഴിഞ്ഞാൽ പിന്നെ 104. ഇതിനിടയ്ക്ക് ഇടത്താവളം വല്ലതും ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഒന്ന് വരച്ചേക്കാം. ഇത് ഇടത്താവളം ഇത്രയേ ഉള്ളൂ, 236. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇടത്താവളം. ഇത് നിങ്ങൾ നോക്കി വെക്കുക. അതിനുശേഷം ഇവിടെ കൂടെ ഒരെണ്ണം ഉണ്ട്, വേണമെങ്കിൽ വരയ്ക്കാം. ഒരെണ്ണം കൂടെ ഇവിടെ കിടന്നോട്ടെ. ഇത് ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അതിനനുസരിച്ച് നാളെ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താഴെയുള്ള വരകളൊക്കെ കണ്ടല്ലോ നിങ്ങൾ, പറയണ്ടല്ലോ. 513, 404, 236, 104, പിന്നെ നമ്മുടെ തലേവര 23,956, അല്ല 23,802. ഇത്രയാണ് വര. മാർക്ക് നിങ്ങൾ വരച്ചിടുക. ഓക്കെ, അപ്പോൾ നാളെ നോക്കി കണ്ട് ട്രേഡ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിയേക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ റെസിസ്റ്റൻസും ഒക്കെ തട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ല. നോക്കിക്കോട്ടെ, ഞാൻ നേരത്തെ ഒന്നും ഇത് പ്രിപ്പയർ ഒന്നും ചെയ്ത് വെക്കുന്നില്ല, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് നോക്കുന്നത്. മാർക്കറ്റ് ഇതിനകത്താണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിവിടെ ഒന്നും വരയ്ക്കാനൊന്നുമില്ല. ഇത് വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്താൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ആ വഴിക്ക് തന്നെ ട്രേഡ് എടുക്കുക. അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇതിനകത്തിൽ. ഓക്കെ, എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് 694 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട്, 452 ബ്രേക്ക് ചെയ്ത് താഴോട്ട്. വേറെ പുതിയ വരകളൊന്നും വരയ്ക്കാനില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ അടുത്തത് മിഡ് ക്യാപ്പ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മൾ വരച്ച ലൈനുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 682 ക്ലോസ് ചെയ്തിരിക്കുന്നത്, 688 ക്ലോസിങ്, 693. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഈ ലൈൻ വേണ്ട, അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇത് മാത്രമേ ഉള്ളൂ. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് 712 ബ്രേക്ക് ചെയ്യുമോ, 650 ബ്രേക്ക് ചെയ്യുമോ, ആ സൈഡിലോട്ട് ട്രേഡ് നോക്കുക. അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ ഇവിടെ റെഷൻ എടുത്ത് തിരിച്ചു പോകുമോ നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക മിഡ് ക്യാപ്പിനകത്തിൽ. ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് പറയാൻ. നാളെ നോക്കിയും കണ്ട് എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ കാലേ വീണ് ഞാൻ പറയുക, 1-2 ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് കിട്ടിയാൽ അവസാനിപ്പിച്ച് കിൽസ് ചോണാക്കി നിങ്ങൾ പോകാൻ ശ്രമിക്കുക. എന്നെങ്കിലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. വളരെ ശാന്തമായിട്ട് സ്നേഹത്തോടെ ഞാൻ പറയുക, എൻ്റെ അനിയന്മാരോ ചേട്ടന്മാരോ അല്ലെ എൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അത് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് നിന്ന് പിഴച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യായം പാലിക്കാതെ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, എന്നെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇവിടുന്ന് ഔട്ടായി പോകും. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും, നിങ്ങൾ കാണത്തില്ല. ഓക്കെ, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വീണ്ടും 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 അപേക്ഷിക്കുന്നു, ന്യായം പാലിച്ച് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.